പൗനേശ പ്രസാദിക്കണേ. ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. കുംഭത്തിലെ മകന്നാളിൽ ഭഗവാൻ ശ്രാദ്ധമൂട്ടുന്ന ദിവസമാണ് മകം ശ്രാദ്ധം. അതിനെപ്പറ്റി മുമ്പേ പറയേണ്ടായി. ഈ ഉത്സവകാലത്താണ് ആ ദിവസം വരിക. കാരണം പൂയം നക്ഷത്രത്തിലാണല്ലോ കൊടിയേറ്റം. അപ്പോൾ ആ 10 ദിവസത്തിൻ്റെ ഇടയിലാണല്ലോ വരിക. അതായത് സ്വത്തെല്ലാം ഭഗവാന് എഴുതി കൊടുത്ത ഒരു ഭക്തൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നടത്തുന്നതെന്നാണ് പറയണത്. ഭഗവാനാണ് ശ്രാദ്ധമൂട്ടണത് ആ ഭക്തന് വേണ്ടി. ആ ഭഗവാന് വേണ്ടി ആ ക്രിയ ചെയ്യുക ശാന്തിയേറ്റ നമ്പൂതിരിയാണ്. ശ്രാദ്ധം ഉണ്ണാൻ കക്കാട് ഇല്ലത്തെ ഒരംഗം, അങ്ങനെയാണ് പതിവ്. കൂടാതെ എളവള്ളി പുലിയന്നൂർ തന്ത്രി നമ്പൂതിരിപ്പാടിന് ഒരു പ്രത്യേക ദാനം നടക്കും. കാരണം പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രി പുലിയന്നൂർ നമ്പൂതിരിപ്പാടായിരുന്നു അത്രേ. ഇതെല്ലാം നടക്കുന്നത് നമസ്കാര മണ്ഡപത്തിനടുത്തുള്ള നൃത്തം എന്ന മുറിയിൽ വെച്ചിട്ടാണ്. ആ മുറിയെ പറ്റിയിട്ടും നമ്മൾ ഇതിൻ്റെ മുമ്പേ പറയേണ്ടായി. പിന്നെ കാഴ്ചശിവേലി പലരും കണ്ടിട്ടുണ്ടാവും. എഴുന്നള്ളിച്ച ആനകളുടെ മുമ്പിൽ ദിക്കുകൊടി പോലെയുള്ള 16 കൊടിക്കൂറകൾ പിടിച്ച ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അതിനായി പ്രത്യേകം ചിലരുണ്ട്. അവർ അതിങ്ങനെ പിടിച്ച് നടക്കണ കാണാം. അതിന് മുൻപിലായിട്ട് പട്ടുതുണികൾ സപ്തവർണ്ണങ്ങൾ ഞൊറിഞ്ഞ് തുന്നിയ ഭംഗിയുള്ള കഴകൾ തിരിക്കുന്നത് കാണാം. ഇങ്ങനെ നല്ല ഭംഗിയിൽ തിരിക്കുക. പിന്നെ വലിയൊരു ദണ്ട്, അതിന് പേര് സൂര്യമറ എന്നാണ്. ഇതൊക്കെ പഴയൊരു ചടങ്ങാണ്. അതിപ്പോഴും ഇതൊക്കെ നടക്കണു എന്നുള്ളതാണ് പ്രാധാന്യം. പിന്നെ കഞ്ഞിയും പുഴുക്ക്, അതിനെപ്പറ്റി പറഞ്ഞല്ലോ. കഞ്ഞിയും പുഴുക്കും എത്ര ആൾക്കാർ വന്നാലും പകർച്ച, 2000-ലധികം പേർക്ക് പകർച്ചയും വന്നവർക്ക് മുഴുവൻ പ്രസാദകൂട്ടും. അപ്പം ഇതന്നെയാണ് ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അങ്ങനെയുള്ള ഉത്സവം ഒരു തവണയെങ്കിലും ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റുകച്ചാൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് പലരും കരുതാറ്. ചിലർ വിചാരിക്കും ഗുരുവായൂർ ഉത്സവം തുടങ്ങി, അയ്യോ ഇനി പങ്കെടുത്ത് പോകാൻ വയ്യ, നല്ല തിരക്കാവും അവിടെ എന്ന്. ശരിയാണ്, തിരക്കാണ്. എന്നാലും ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഈ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ, പല കാര്യങ്ങളും അന്ന് ഒരു 10 വർഷം മുമ്പേ ഭഗവാൻ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചപ്പോൾ അത് വായിച്ചിട്ട് ചിലർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെ? ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഉത്സവത്തിന് ഞാനും പോകുന്നുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ പലർക്കും അറിയില്ല എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്നുള്ളത്. അവിടെ ജസ്റ്റ് ഉത്സവത്തിന് സമയത്തൊന്ന് തൊഴുത് മടങ്ങിയാലോ ഒന്നും കറക്റ്റായിട്ട് പറയാറിയില്ലല്ലോ. അവിടെ ഇങ്ങനെ നിൽക്കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇനിയും ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം ഓരോന്നായിട്ടിങ്ങനെ ഭഗവാൻ പറഞ്ഞു തരട്ടെ.
എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.